വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫയലിൻ്റെ കൺസെപ്റ്റാണ്. അതായത് ഒരു പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഫയൽ എങ്ങനെ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫയലിനകത്തോട്ട് കണ്ടൻറ്റ് എങ്ങനെ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫയലിനകത്തുള്ള കണ്ടൻറ്റ് എങ്ങനെ റീഡ് ചെയ്യാം. ഈ മെത്തേഡ്സൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, സാധാരണ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയിൽ ആണത് നോർമലി സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിലാണ് സ്റ്റോർ ആവുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ A=10 എന്നുള്ളൊരു വാല്യൂ, അതായത് A എന്നുള്ള വേരിയബിളിനകത്ത് 10 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിലാണ് സേവ് ആകുക. നിങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ആ വാല്യൂ റിമൂവ് ആയി പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഫയലിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാല്യൂസ് എല്ലാം ഒരു ഫയലിനകത്ത് സേവ് ചെയ്യാം, എന്നിട്ട് അത് പെർമനൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയിൽ സേവ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ ഒരു ഫയൽ എങ്ങനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫയലിനകത്തുള്ള കണ്ടൻറ്റ് എങ്ങനെ റീഡ് ചെയ്യാം, ഒരു ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാം, ഈ വക മെത്തേഡ്സൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്ലൈഡിലോട്ട് കിടക്കാം. വൈൽ എ പ്രോഗ്രാം ഈസ് റണ്ണിങ്, ഇറ്റ്സ് ഡാറ്റ ഈസ് നോർമലി സ്റ്റോർഡ് ഇൻ മെമ്മറി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് വരുന്ന ഡാറ്റയും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം, അല്ലെങ്കിൽ വേരിയബിളും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം നോർമലി സേവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിലാണ്, അല്ലെങ്കിൽ റാമിനകത്താണ്. നിങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാല്യൂ മെമ്മറിയിൽ നിന്ന് മിസ്സാകും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ദിവസം ആ സെയിം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് സ്റ്റോർ ചെയ്ത വാല്യൂസ് എല്ലാം അവിടുന്ന് മിസ്സാകും. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വാല്യൂസ് പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നോർമലി ആ ഫയൽ സേവ് ചെയ്യുക കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനകത്താണ്, അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിക്കകത്താണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടറിനകത്ത് ഫയൽസ് നോർമലി സേവ് ചെയ്യാറ് ഓരോ ഫയൽ നെയിം വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ പ്രോഗ്രാമിനകത്തോട്ട് ഒരു ഫയലിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ നെയിം വെച്ചിട്ടാണ് ഫയലിനെ ആക്സസ് ചെയ്യുക. സോ വർക്കിംഗ് വിത്ത് ഫയൽസ് ഈസ് ലൈക്ക് വർക്കിംഗ് വിത്ത് ബുക്സ്. അതായത് ഒരു ബുക്കിൻ്റെ മേലെ നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫയലിൻ്റെ മേലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫയലിനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഒരു ബുക്കിനകത്തോട്ട് എന്തെങ്കിലും കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതുപോലെ തന്നെ ഫയലിനകത്തോട്ട് എന്തെങ്കിലും കണ്ടന്റ് റൈറ്റ് ചെയ്തിട്ട് ആ ഫയലിനെ സേവ് ചെയ്യാം. അതുപോലെ ആ ബുക്കിനകത്തുള്ള കണ്ടന്റ് റീഡ് ചെയ്യാം. ഹിയർ ഓൾസോ വി ക്യാൻ റീഡ് ദ കണ്ടന്റ് ഫ്രം എ ഫയൽ. ദെൻ ഫൈനലി വി ക്യാൻ ക്ലോസ് ദാറ്റ് ഫയൽ. അപ്പോൾ ഒരു നോർമലി ഒരു ബുക്ക് പോലെ തന്നെയാണ് ഇവിടെ ഒരു ഫയൽ ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓപ്പൺ. സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഓപ്പൺ. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു ഓപ്പൺ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വേരിയബിൾ നെയിം ഒരു ഫയൽ ഹാൻഡ്ലർ ആണ്. അതായത് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ഹാൻഡ്ലർ, അതായത് ഒരു കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വേരിയബിളിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഈ കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫർദർ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യേണ്ടത്. അതായത് ഒരു ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയലിനകത്ത് നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനി ആ ഫയലിനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഈ ഒരു കൺട്രോളർ അല്ലെങ്കിൽ ഈ ഫയൽ ഹാൻഡ്ലർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. സോ എഫ് ഈക്വൽ ടു ഓപ്പൺ ഓഫ്. ഇതിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഫയൽ നെയിമാണ്. നിങ്ങൾക്ക് ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽ നെയിമാണ് നിങ്ങൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഫയൽ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് പാത്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സി ഡ്രൈവിൽ അല്ലെങ്കിൽ ഡി ഡ്രൈവിൽ ഒരു ഫോൾഡറിനകത്ത് വേറൊരു ഫോൾഡറിനകത്താണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട ഫയലാണെങ്കിൽ നിങ്ങൾ ആ കംപ്ലീറ്റ് പാത്ത് കൊടുക്കേണ്ടി വരും. ഇനി അതെല്ലാം നിങ്ങളെ പൈത്തൺ പ്രോഗ്രാം എവിടെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ ആ സെയിം ഡയറക്ടറിയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഫയൽ നെയിം കൊടുത്താൽ മതി. Okay, so here the first argument will be either a directory name or the file name. ആ ഫയലിന്റെ കംപ്ലീറ്റ് പാത്ത്, ഡയറക്ടറി നെയിം കൊടുക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് പാത്ത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. സെക്കൻഡ് ആർഗ്യുമെന്റ്, നിങ്ങൾ ഏത് മോഡിലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ മോഡാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് മോഡാണ്. അതായത് ഫയലിനകത്തോട്ട് കണ്ടന്റ് നിങ്ങൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനൊരു ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ, test.txt എന്നുള്ളൊരു ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഞാൻ txt എന്നുള്ളൊരു ടെക്സ്റ്റ് ഫയലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് എക്സ്റ്റൻഷനും വേണമെങ്കിൽ കൊടുക്കാം, ഇനി എക്സ്റ്റൻഷൻ ഇല്ലാണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സപ്പോസ് ഇങ്ങനെ ഒരു ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ
ഈ ഒരു പേരിൽ ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഫയൽ ക്രിയേറ്റ് ആവുകയും ചെയ്യും, എന്നിട്ട് അതിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ആകും. സപ്പോസ് അവിടെ ഫയൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫയൽ ഹാൻഡ്ലർ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഫയൽ ഹാൻഡ്ലർ യൂസ് ചെയ്തിട്ട് ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് f.write of welcome to code learner, അതായത് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള ഡബിൾ കോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ട്രിങ്ങിനെ ഈ ഒരു ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. ഈ ഫയൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ test.txt എന്നുള്ള ഫയലിനകത്തോട്ട് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യേണ്ടി വരും. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലോസ്. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹാൻഡ്ലർ യൂസ് ചെയ്യേണ്ടി വരും. സോ f.close off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയൽ ക്ലോസ് ചെയ്യും. അതായത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിങ്ങളൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഒരു ഫയലിന് വേണ്ടിയിട്ട്, ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം. നേരത്തെ നമ്മൾ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്തത്. ഇനി റീഡ് മോഡിൽ, അതായത് ഫയലിനകത്തുള്ള കണ്ടന്റ് റീഡ് ചെയ്യണം. കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡാണ് റീഡ് മോഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ f=open of ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക, ഏതാണോ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽ പറഞ്ഞു കൊടുക്കുക. ദെൻ സെക്കൻഡ് ആർഗ്യുമെന്റ് മോഡ് പറഞ്ഞു കൊടുക്കുക. ഇവിടെ മോഡ് റീഡ് മോഡാണ്, അതായത് ഫയലിനകത്തുള്ള കണ്ടന്റ് റീഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റീഡ് മോഡ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ റീഡ് മോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ, നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫയൽ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ, അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് എറർ കാണിക്കും. അപ്പോൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തതെങ്കിൽ test.2.txt, സപ്പോസ് ഈ ഒരു ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് എറർ കാണിക്കും. അപ്പോൾ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. ഇനി ആ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യണം. അപ്പോൾ കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റീഡ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ f.write ഫംഗ്ഷനെ കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഇവിടെ f.read ഫംഗ്ഷൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ f.read എന്നുള്ള സിംപ്ലി ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിനകത്തുള്ള കംപ്ലീറ്റ് കണ്ടന്റ് റീഡ് ചെയ്തിട്ട് അതൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഒരു വേരിയബിൾ ആണ് യൂസ് ചെയ്തുള്ളത്. ഇതൊരു യൂസർ ഡിഫൈൻഡ് വേരിയബിൾ ആണ്, യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സോ ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു വേരിയബിളിനകത്തോട്ട് ഈ ഫയലിനകത്തുള്ള കംപ്ലീറ്റ് കണ്ടന്റും റീഡ് ചെയ്യും. നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രിന്റ് ഓഫ് ടെക്സ്റ്റ്. ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിനകത്ത് എന്താണ് വന്നിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ വെൽക്കം ടു കോഡ് ലേണർ, നേരത്തെ നമ്മൾ റൈറ്റ് ചെയ്ത ആ ഒരു കണ്ടന്റ് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റീഡ് ഫംഗ്ഷൻ ഒരു ആർഗ്യുമെന്റ് കൊടുക്കാൻ പറ്റും. അതായത് എത്ര ക്യാരക്ടർ ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ f.read of 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്ന് 5 ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ 5 ബൈറ്റ്സ് ആണ് റീഡ് ചെയ്യുക. സോ ഈ ഒരു കേസിൽ വെൽക്കോ എന്നുള്ള ഒരു മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന്, ഒരു ഫയൽ വെച്ചിട്ടുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം. അതിനുശേഷം അടുത്ത സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഫയലിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു പൈത്തൺ പ്രോഗ്രാം ചെയ്തു നോക്കാം. ഇവിടെ നമ്മുടെ ഫയലിന്റെ കൺസെപ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പൈത്തൺ ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഫയൽസ് സേവ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിനകത്ത് അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പൈത്തണിന്റെ ഇന്ററാക്റ്റീവ് ടെർമിനൽ മോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ പൈത്തണിന്റെ ഐഡിൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കയറി വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഐഡിൽ. അപ്പോൾ ഒന്നെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഗ്രാം ഇവിടെ ഈ ട്രിപ്പിൾ ഗ്രേറ്റർ സിമ്പലിനകത്ത് ഇവിടെ പ്രോഗ്രാം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ പ്രോഗ്രാം ചെയ്യേണ്ടത്, ഏത് ഡയറക്ടറിയിലാണോ പ്രോഗ്രാം ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കുക. എന്നിട്ട് ഓപ്പൺ ഇൻ ടെർമിനൽ എന്നുള്ള ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റ് അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് നിങ്ങൾ ഈ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പൺ ഇൻ ടെർമിനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് വരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റ്. അപ്പോൾ ഇവിടെ ഡയറക്ടറി സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെസ്ക്ടോപ്പിലാണ് ഈ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾ പൈത്തൺ എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകും. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഐഡിയിൽ കണ്ട അതേപോലെ തന്നെ ഇവിടെ ആ ഒരു പൈത്തണിൻ്റെ ഇൻട്രാക്റ്റീവ് മോഡ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതോടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടൈപ്പ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ടെക്സ്റ്റ് ഫയലിനകത്തോട്ട് കണ്ടന്റ് എങ്ങനെ റൈറ്റ് ചെയ്യും, ദെൻ ആ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് കണ്ടന്റ് എങ്ങനെ റീഡ് ചെയ്യും, ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇനീഷ്യലി ഡെസ്ക്ടോപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഡെസ്ക്ടോപ്പിനകത്ത് ഇപ്പോൾ ഇവിടെ ആകെ ഈ ഒരു സിംഗിൾ ഫയൽ മാത്രമേ ഉള്ളൂ, പിന്നെ മൈ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഐക്കണാണ്. നിങ്ങൾ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വേരിയബിൾ ഈക്വൽ ടു ഓപ്പൺ എന്നുള്ള കമാൻഡ് ഉണ്ട്. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓപ്പൺ ഓഫ്. നിങ്ങൾക്ക് എന്ത് പേരിലാണോ ഫയൽ വേണ്ടത് ആ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. തൽക്കാലം ഞാനിവിടെ test.txt എന്ന് പേരുള്ള ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യണം. സോ W എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ ഇനീഷ്യൽ കേസിൽ ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് അല്ല, ആ ഫയലിനെ റൈറ്റ് മോഡിൽ അല്ലെങ്കിൽ ആ ഫയലിനെ അതോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള രീതിയിൽ എന്ത് ചെയ്യും, ആ ഫയലിനെ ഓപ്പൺ ചെയ്യും. സപ്പോസ് ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ ഫയലിനെ നോർമലി റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തോളും. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. test.txt എന്ന് പേരുള്ള ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. ഇനി ഈ ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യണം. സോ കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പൈത്തണിൽ f.write എന്നുള്ളൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ദെൻ അതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ആ ഫയലിനകത്തോട്ട് സേവ് ചെയ്യേണ്ടത്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 23 ബൈറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 23 ക്യാരക്ടേഴ്സ് ആണ് ആ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ test.txt എന്നുള്ള ഈ ഫയലിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ട്രിങ് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള മെസ്സേജ് അതിനകത്ത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനെ ഫസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം നിങ്ങൾ. അതായത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഫയലിനെ ഇവിടെ നിന്ന് ഫസ്റ്റ് ക്ലോസ് ചെയ്യാം. സോ f.close off. ഇപ്പോൾ ഫയൽ ക്ലോസ് ആയി. ഇനി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള ഈ ഒരു മെസ്സേജ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ഈ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ മെസ്സേജ്, ആ ഫയലിൽ നിന്ന് ആ മെസ്സേജ് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഗ്രാമിനകത്തോട്ട് റീഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ആ ഫയലിനെ ഓപ്പൺ ചെയ്യുക. f=open of, ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. ഫയൽ നെയിം test.txt ആണ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫയലിന് റീഡ് മോഡിൽ ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് പ്രോഗ്രാം എറർ കാണിക്കും. ഇപ്പോൾ റീഡ് മോഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ആ ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യാം. ഒരു വേരിയബിളിനകത്തോട്ട് വേണം റീഡ് ചെയ്യാൻ. സോ തൽക്കാലം ഞാനിവിടെ t എന്നുള്ള വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. സോ f.read off ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിനകത്തുള്ള കംപ്ലീറ്റ് കണ്ടന്റും റീഡ് ആകും. അത് റീഡ് ചെയ്ത് t എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ആകും. ഇപ്പോൾ t എന്നുള്ള വേരിയബിളിനകത്ത് ആ ഫയലിനകത്തുള്ള കണ്ടന്റ് വന്നിട്ടുണ്ടാകും. നമുക്ക് അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് t കൊടുത്തു കഴിഞ്ഞാൽ വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള മെസ്സേജ് ആ ഫയലിൽ നിന്ന് കംപ്ലീറ്റ് റീഡ് ആയിട്ട് ഈ ഒരു വേരിയബിളിനകത്തോട്ട് റീഡായി. ദെൻ നമ്മൾ ആ വേരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ഉള്ളത് f.readLine എന്നുള്ള മെത്തേഡ് ഉണ്ട്. f.readLine, അതായത് ആ ഫയലിനകത്ത് ഒരു ഫസ്റ്റ് ലൈന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൈൻ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് റീഡ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് പിന്നീട് നോക്കാം. ഇനി ഇവിടെ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഒരു ഫയൽ കണ്ടന്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഓരോ പ്രാവശ്യം റീഡ് ചെയ്യുമ്പോഴും ഇന്റേണലി ഒരു പോയിന്റർ മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ f.read5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്. ദെൻ വീണ്ടും നിങ്ങൾ f.read എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5ാമത്തെ ക്യാരക്ടർ റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ക്യാരക്ടർ മുതലാണ് പിന്നെ റീഡ് ആവുക. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ പ്രിന്റ് f.read of 15,000 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ ഒരു ഫയലിനകത്ത് ആകെയുള്ള സ്റ്റേറ്റ്മെന്റ് വെൽക്കം ടു കോഡ് ലേണർ എന്ന് മാത്രമേ ഉള്ളൂ. അത് 15,000 ക്യാരക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിന്റെ എൻഡ് വരെ റീഡ് ആകും. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ f.read of 5 എന്ന് കൊടുത്തു. 5 എന്ന് കൊടുത്തപ്പോൾ WELCO അങ്ങനെ 5 ക്യാരക്ടേഴ്സ് റീഡ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും f.read ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ അതിന് ശേഷമുള്ള ക്യാരക്ടേഴ്സ് ആണ് റീഡ് ആവുക. അപ്പോൾ ഇവിടെ മീ ടു കോഡ് ലേണർ. ഓക്കെ, അപ്പോൾ ഫയലിന്റെ എൻഡ് വരെ റീഡ് ആയിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ f.read എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എം ടി ആണ് കിട്ടുക. കാരണം ഫയലിനകത്തുള്ള കംപ്ലീറ്റ് കണ്ടന്റ് റീഡായി. അപ്പോൾ റീഡ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഇന്റേണലി ഒരു പോയിന്റർ അല്ലെങ്കിൽ ഒരു കഴ്സർ ഇന്റേണലി മൂവ് ചെയ്യും. ഈ ഒരു കോഡ് സ്നിപ്പറ്റ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫയലിനകത്തുള്ള കണ്ടന്റ് വേറെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കോപ്പി ചെയ്യാനാണ്. നിങ്ങൾ ഒരു മൗസ് യൂസ് ചെയ്തിട്ട് സാധാരണ ഫയലിനെ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി അടിക്കും, എന്നിട്ട് വേറെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇന്റേണലി ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഈ കോഡ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോപ്പി ഫയൽ എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രോഗ്രാമിന്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ ഫംഗ്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആർഗ്യുമെന്റ് ആയിട്ട് രണ്ട് വേരിയബിൾ ആണ് വരുന്നത്. ഒന്ന് ഓൾഡ് ഫയലും സെക്കൻഡ് വൺ ന്യൂ ഫയലും. അതായത് ഓൾഡ് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്. ഈ ഫയലിനകത്തുള്ള കണ്ടന്റ് ന്യൂ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്യണം, അതായത് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം. സോ F1 ഈക്വൽ ടു ഓപ്പൺ ഓഫ് ഓൾഡ് ഫയൽ, അതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. F2 ഈക്വൽ ടു ഓപ്പൺ ഓഫ് ന്യൂ ഫയൽ, അതിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുക. അതായത് ഓൾഡ് ഫയലിനകത്തു നിന്നുള്ള കണ്ടന്റ് ന്യൂ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. ഇനി നമ്മൾ വൈൽ ട്രൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ. ഇതെന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് റിപ്പീറ്റഡ്ലി, അതാണ് അതിന്റെ മീനിങ്. സോ വൈൽ ട്രൂ ടെക്സ്റ്റ് ഈക്വൽ ടു F1 ഡോട്ട് റീഡ് ഓഫ് 50. അതായത് ഈ F1 എന്നുള്ള ഫയലിൽ നിന്ന്, F1 എന്നുള്ള എന്താണ്, ഓൾഡ് ഫയലാണ്. ഓൾഡ് ഫയലിൽ നിന്ന് 50 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യണം. അതിന് ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സേവ് ചെയ്യണം. ഇഫ് ടെക്സ്റ്റ് ഈക്വൽസ് എം ടി ആണെങ്കിൽ, അതായത് എം ടി എപ്പോഴാണ് ആവില്ലേ, കംപ്ലീറ്റ് കണ്ടന്റും റീഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എം ടി ആവുക. അപ്പോൾ ഫസ്റ്റ് 50 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യും. എം ടി ആണെങ്കിൽ, അതായത് എം ടി ആണെങ്കിൽ മീൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു എന്നുള്ള മീനിങ് ആണ്. എം ടി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, F2 ഈ റീഡ് ചെയ്ത ടെക്സ്റ്റിനെ റൈറ്റ് ചെയ്യണം. F2 എന്താണ്, F2 ന്യൂ ഫയലാണ്. അത് റൈറ്റ് മോഡിൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് അത് റൈറ്റ് ചെയ്യും. വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യും. വീണ്ടും അടുത്ത 50 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും, എം ടി ആകുന്നത് വരെ പോകും. അതിനുശേഷം ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഈ രണ്ട് ഫയലിനെ നമ്മൾ ക്ലോസ് ചെയ്യാം. ദെൻ ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാം. ഇത് നമുക്കൊരു പ്രോഗ്രാം ആയിട്ട് ലാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ഫയലിനകത്തോട്ട് ഒരു മൾട്ടിപ്പിൾ ലൈൻസ് റൈറ്റ് ചെയ്യണം എന്ന് കരുതുക. നേരത്തെ നമ്മൾ ഒരു സിംഗിൾ ലൈനാണ് റൈറ്റ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഒരൊറ്റ സ്ട്രക്ചറിൽ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ന്യൂ ലൈൻ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എഫ് ഡോട്ട് റൈറ്റ് ഓഫ് ലൈൻ 1/n ലൈൻ 2/n ലൈൻ 3. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 3 ലൈൻസ് ആണ് ആ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യുക. അപ്പോൾ /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ ക്യാരക്ടറാണ്. നമ്മൾ നേരത്തെ റീഡ് എന്നുള്ള ഫംഗ്ഷൻ പറഞ്ഞു. റീഡ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുക, കംപ്ലീറ്റ് കണ്ടന്റും ഫയലിനകത്ത് നിന്ന് റീഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ റീഡ് ലൈൻ എന്നുള്ള ഒരു ഫംഗ്ഷനും അവൈലബിൾ ആണ്. റീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ നിന്ന് ഒരു സിംഗിൾ ലൈൻ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് റീഡ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആ വേർഡ് പോലെ തന്നെയാണ്. സോ ഹിയർ ഫോർ എക്സാമ്പിൾ F ഈക്വൽ ടു ഓപ്പൺ ഓഫ് test.txt ഇൻ റീഡ് മോഡ് പ്രിന്റ് ഓഫ് F ഡോട്ട് റീഡ് ലൈൻ. അപ്പോൾ നേരത്തെ കേസിലെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലെ ഒരു എക്സാമ്പിൾ നമ്മൾ റീഡ് ലൈൻ 1, ലൈൻ 2, ലൈൻ 3 എന്ന് പറഞ്ഞിട്ട് 3 ലൈനാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ പ്രിന്റ് ഓഫ് F ഡോട്ട് റീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈനാണ് റീഡ് ചെയ്യുക, അതവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പൈത്തണിൽ റീഡ് ലൈൻസ് എന്നുള്ളൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. റീഡ് ലൈൻസ് ചെയ്യാം, ആ ഫയലിനകത്തുള്ള കംപ്ലീറ്റ് ലൈൻസും റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ആ ലിസ്റ്റിനകത്തോട്ട് ആ കംപ്ലീറ്റ് ലൈനും റൈറ്റ് ചെയ്യും, അത് സേവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റീഡ് ലൈൻസിൻ്റെ ഔട്ട്പുട്ട് വരിക ഒരു ലിസ്റ്റാണ് ഫോം ചെയ്യുക. ആ ലിസ്റ്റിനകത്ത് ലൈൻ 1, ലൈൻ 2, ലൈൻ 3 പറഞ്ഞിട്ട് 3 ലൈൻസ് ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ ലൈൻ 1 നേരത്തെ റീഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും റീഡ് ലൈൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ 2, ലൈൻ 3 ഈ രണ്ട് കണ്ടന്റ് ഒരു ലിസ്റ്റ് ആയിട്ടാണ് വരിക. എഗെയിൻ നിങ്ങൾ റീഡ് ലൈൻ ഫംഗ്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എം ടി സ്ട്രിങ് ആണ് കിട്ടുക. കാരണം ഇനി അതിനകത്ത് റീഡ് ചെയ്യാൻ കണ്ടന്റ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണലി ഒരു കഴ്സർ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്ത് എൻഡിലെത്തും ഈ റീഡ് ലൈൻസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു എം ടി സ്ട്രിങ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതല്ല നിങ്ങൾ വീണ്ടും റീഡ് ലൈൻസ് ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു എം ടി ലിസ്റ്റ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ റീഡ് ലൈൻ ചെയ്യുക, ഒരു സിംഗിൾ ലൈൻ റീഡ് ചെയ്യും. റീഡ് ലൈൻസ് ചെയ്യുക, ആ ഫയലിനകത്തുള്ള കംപ്ലീറ്റ് ലൈൻസും റീഡ് ചെയ്തിട്ട് ഒരു ലിസ്റ്റിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഹിയർ നമുക്കൊരു കോഡ് സ്നിപ്പറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കോപ്പി ഫയൽ ചെയ്ത പോലെ തന്നെ
നമുക്കൊരു ഓൾഡ് ഫയലുണ്ട്, ന്യൂ ഫയലുണ്ട്. ഓൾഡ് ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു, ന്യൂ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. ദെൻ വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ എന്നുള്ള മീനിങ് ആണ്. ദെൻ F1 നിന്ന്, അതായത് ഓൾഡ് ഫയലിൽ നിന്ന് ഒരു സിംഗിൾ ലൈന് റീഡ് ചെയ്യും, അതിനെ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിനകത്ത് സേവ് ചെയ്തു. ആ സേവ് ചെയ്ത ടെക്സ്റ്റ് എം ടി ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് വി റീച്ച് ദി എൻഡ് ഓഫ് ദി ഫയൽ. എം ടി അല്ലെങ്കിൽ ആ റീഡ് ചെയ്ത ടെക്സ്റ്റിനകത്തുള്ള, അല്ലെങ്കിൽ ആ റീഡ് ചെയ്ത ഫസ്റ്റ് ലൈനിനകത്തുള്ള ഫസ്റ്റ് ക്യാരക്ടർ ഹാഷ് ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഹാഷ് ക്യാരക്ടർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വീണ്ടും ജമ്പ് ചെയ്യും, അടുത്ത ലൈന് റീഡ് ചെയ്യും. അഗെയിൻ സെക്കൻഡ് ലൈനിലെ ഫസ്റ്റ് ക്യാരക്ടർ ഹാഷ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, അടുത്ത ലൈന് റീഡ് ചെയ്യും. ഹാഷ് ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പുതിയ ഫയലിനകത്തോട്ട്, ന്യൂ ഫയലിനകത്തോട്ട് ആ റീഡ് ചെയ്ത ടെക്സ്റ്റിനെ റൈറ്റ് ചെയ്യും. അപ്പോൾ ഇൻ എഫക്റ്റ് ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നമുക്കൊരു പുതിയൊരു ഫയൽ ഉണ്ടായിരിക്കും. ആ പുതിയ ഫയലിനകത്ത് ഓൾഡ് ഫയലിനകത്ത് ഹാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ലൈനും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ലൈൻസും പുതിയ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പൈത്തൺ പ്രോഗ്രാമാണ് നിങ്ങളെ ഓൾഡ് ഫയലെങ്കിൽ, നിങ്ങൾക്കറിയാം പൈത്തൺ പ്രോഗ്രാമിനകത്ത് ഹാഷ് യൂസ് ചെയ്യുന്നത് കമൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾഡ് ഫയൽ എന്നുള്ളത് നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ. അപ്പോൾ അവിടെ കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലൈനും സ്കിപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാത്ത എല്ലാ ലൈനും എന്ത് ചെയ്യും, ന്യൂ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യും. സാധാരണ ഒരു കമ്പൈലർ ചെയ്യുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്റർ ചെയ്യുന്നത് ഇതാണ്. ഒരു ഹാഷ് എന്നുള്ളൊരു ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈന് കണ്ടു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യും, അടുത്ത ലൈൻ എടുക്കും. ഓക്കെ, ഇനി ഈ ചാർട്ട് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊരു ഫയലിൻ്റെ മേലെ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഇതിൽ ഓൾറെഡി നമ്മൾ ആറും ഡബ്ല്യൂയും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആർ മീൻസ് റീഡ് മോഡിൽ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബ്ല്യു മീൻസ് റൈറ്റിംഗ് മോഡിൽ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാനാണ്. എ മീൻസ് അപ്പൻഡ് മോഡ്, അതായത് ഓൾറെഡി ഫയലിനകത്ത് കുറച്ച് കണ്ടന്റ് ഉണ്ട്, അതിൻ്റെ എൻഡിൽ കുറച്ച് ക്യാരക്ടേഴ്സ് അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓൾറെഡി ഉള്ള കണ്ടന്റിന് കൂടെ എക്സ്ട്രാ കുറച്ച് ക്യാരക്ടേഴ്സ് അപ്പൻഡ് ചെയ്യാൻ, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ എന്നുള്ള മോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. അതായത് ഒരു ഫയലിനെ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം, നിങ്ങൾ ആർ പ്ലസ് മോഡിലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ. ഇതേപോലെ തന്നെ ഡബ്ല്യു പ്ലസ് ആണെങ്കിലും നിങ്ങൾക്ക് റീഡ് മോഡിലും അല്ലെങ്കിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഈ ഒരു ഡബ്ല്യു പ്ലസ് മോഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എ പ്ലസ് ആണെങ്കിലും സെയിം ഓപ്പറേഷൻ തന്നെയാണ്. ഇതുപോലെ തന്നെ ആർ ബി, ഡബ്ല്യു ബി, എ ബി, അതായത് നേരത്തെ പറഞ്ഞ ഈ 6 മോഡ് ടെക്സ്റ്റ് ഫയലിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ബൈനറി ഫയൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആണ് ആ ഫയലിനകത്തെങ്കിൽ, ബൈനറി ഫയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 6 മോഡാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഈ ഓരോ മോഡിൻ്റെ കൂടി ഒരു ബി എന്നുള്ള ക്യാരക്ടറും കൂടി നിങ്ങൾ അപ്പൻഡ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ്, 3 പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു ഫയലിനകത്തുള്ള കണ്ടന്റ് വേറൊരു ഫയലിനകത്തോട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റത്തിനകത്തുള്ള ഐഡിയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓൺലൈൻ ഇന്റർപ്രറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫയൽ സേവ് ചെയ്യേണ്ടത് നിങ്ങളെ ലോക്കൽ ഹാർഡ് ഡിസ്കിനകത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്താണ് ഫയൽ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പ്രോഗ്രാം യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു test.txt എന്നുള്ള ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എയിം ഈ test.txt എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അതിനകത്തുള്ള കണ്ടന്റ് വേറൊരു ഫയലിനകത്തോട്ട്, വേറെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഒരു എക്സാക്ട് റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഐഡിയൽ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് മോഡിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇന്ററാക്റ്റീവ് ടെർമിനൽ മോഡിലായിരുന്നു ചെയ്തിരുന്നത്. നമുക്ക് ഇവിടെ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. സാധാരണ സി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിനകത്ത് നമ്മളെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്, പൈത്തൺ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് അത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം ഫസ്റ്റ്. തൽക്കാലം ഞാനിവിടെ F1 എന്നുള്ള പേരിൽ ആ ഫയലിനെ ഒരു ഫയൽ ഹാൻഡ്ലർ ക്രിയേറ്റ് ചെയ്യണം ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള. സോ F1 ഈക്വൽ ടു ഓപ്പൺ ഓഫ്, നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫയൽ നെയിം test.txt ആണ്. നേരത്തെ ഓൾറെഡി നമ്മൾ test.txt എന്നുള്ള ഒരു ഫയൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം, കാരണം ഈ ഫയലിനകത്തുള്ള കണ്ടന്റ് റീഡ് ചെയ്തിട്ട് വേറെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. നമുക്ക് രണ്ടാമതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലം ആ ഫയലിന് നമുക്ക് ന്യൂ എന്ന് പേര് കൊടുക്കാം, new.txt.
txt എന്ന് പേരുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുക. കാരണം ഈ ഫയലിനകത്തോട്ടാണ് ഇനി കണ്ടന്റ് റൈറ്റ് ചെയ്യേണ്ടത്. അതായത് test.txt എന്നുള്ള ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്തിട്ട് new.txt എന്നുള്ള ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യുന്നത് ഒരു വേരിയബിളിനകത്തോട്ട് വേണം റീഡ് ചെയ്യാൻ. ഇവിടെ വേരിയബിൾ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ ടി എന്നൊരു പേര് കൊടുത്തെന്നുള്ളൂ. ടി ഈക്വൽ ടു ഫസ്റ്റ് ഫയലിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഫയൽ ഹാൻഡലറിൻ്റെ പേര് F1 എന്നാണ്. സോ F1 ഡോട്ട് റീഡ് ഓഫ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ test.txt എന്നുള്ള ഫയലിനകത്ത് നിന്നുള്ള കംപ്ലീറ്റ് കണ്ടന്റും റീഡ് ചെയ്യും. അതിനെ നമുക്ക് F2 റൈറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് F2 എന്നുള്ള ഫയൽ ഹാൻഡലർ യൂസ് ചെയ്തിട്ട് നമ്മൾ new.txt എന്നുള്ള ഫയലിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ F2 ഡോട്ട് റൈറ്റ് ഓഫ് ടി ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് ടിക്കകത്ത് നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. ആ റീഡ് ചെയ്ത കണ്ടന്റിനെ F2-നകത്തോട്ട് റൈറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് കോപ്പീഡ് സക്സസ്ഫുള്ളി ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തു. ഇനി നമ്മളിവിടെ രണ്ട് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രണ്ട് ഫയലിനെയും ക്ലോസ് ചെയ്യണം. സോ F1 ഡോട്ട് ക്ലോസ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫയലിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്ത ഈ രണ്ട് ഫയലിനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ആ ഫയലിനെ സേവ് ചെയ്യാം. കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. കാരണം നമ്മൾ test.txt എന്നുള്ള ഫയൽ കിടക്കുന്നത് ഡെസ്ക്ടോപ്പ് തന്നെയാണ്. നമുക്ക് ഫയൽ കോപ്പി എന്നുള്ള പേരിൽ ആ ഫയലിനെ സേവ് ചെയ്യാം. അതായത് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിനെ ഇപ്പോൾ .py എന്നുള്ള എക്സ്റ്റൻഷനാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്. തൽക്കാലം .py എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പൈത്തൺ ഫയൽസ് എന്നുള്ളൊരു സേവ് ആസ് ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യാം. ഇനി ഇത് റൺ ചെയ്യാൻ നിങ്ങൾ F5 ആണ് ഫംഗ്ഷൻ F5 കീബോർഡിനകത്ത് ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക. എന്തോ ഒരു എറർ ഉണ്ട്, ഫ്ലൈ എന്നുള്ളൊരു എറർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ F1 ഡോട്ട് റീഡ് ഓഫ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നുകൂടി സേവ് ചെയ്യാം, ദെൻ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ കോപ്പീഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും test.txt എന്നുള്ള ഓൾറെഡി നമ്മുടെ അടുത്തുള്ള ഫയലാണ്. അതിനകത്ത് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള കണ്ടന്റ് ഉണ്ട്. നമ്മൾ ഈ ഫയൽ കോപ്പി എന്നുള്ള പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് പുതിയൊരു ഫയലിന് ന്യൂ ഫയൽ എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. സോ അതിലെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാലും സെയിം കണ്ടന്റാണ് കിട്ടിയിട്ടുള്ളത്. അതായത് test.txt എന്നുള്ള ഫയലിനകത്ത് നിന്നുള്ള കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് new.txt എന്നുള്ള ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റിന് പ്രോഗ്രാം ടു ചേഞ്ച് ദ കേസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഫസ്റ്റ് ഫയൽ. അതായത് നമ്മുടെ test.txt എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഓൾറെഡി വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള കണ്ടന്റ് ഉണ്ട്. ഇതിലത്തെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം കേസ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ ഇതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ അപ്പർ കേസിനെയും ലോവർ കേസിലോട്ടും എല്ലാ ലോവർ കേസിനെയും അപ്പർ കേസിലോട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ന്യൂ ഫയൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ test.txt എന്നുള്ള ഫയലിനകത്തുള്ള കണ്ടന്റ് കൺവേർട്ട് ചെയ്തിട്ട് പുതിയൊരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫയൽ ഹാൻഡലർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ test.txt എന്നുള്ള ഫയലിനകത്തുള്ള കണ്ടന്റ് കേസ് കൺവേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് 3 ലൈൻ അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഈ തേർഡ് ലൈനിൽ ടി എന്നുള്ള വേരിയബിളിനകത്ത് test.txt എന്നുള്ള ഫയലിനകത്തുള്ള കണ്ടന്റ് ഉണ്ട്. സോ അതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്പർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ടി ഡോട്ട് അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള ടെക്സ്റ്റിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. എല്ലാ ക്യാരക്ടേഴ്സും അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതുപോലെ തന്നെ ലോവർ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. സപ്പോസ് നിങ്ങൾ സ്വാപ്പ് കേസ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്വാപ്പ് കേസ് ഇങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ എല്ലാ അപ്പർ കേസിനെയും ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും, എല്ലാ ലോവർ കേസിനെയും അപ്പർ കേസിലോട്ടും കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ ഫയൽ കോപ്പീഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ദെൻ ആ രണ്ട് ഫയലിനെയും ക്ലോസ് ചെയ്യും. നമുക്ക് സേവ് ചെയ്തൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഫംഗ്ഷൻ F5 കോപ്പീഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ന്യൂ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഫയലിനകത്തുള്ള കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും W നേരത്തെ ക്യാപിറ്റലായിരുന്നു, അതിപ്പോൾ സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ക്യാപിറ്റൽ ആയിട്ടുണ്ട്. ദെൻ C നേരത്തെ ക്യാപിറ്റൽ ആയിരുന്നു, അത് സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ L ക്യാപിറ്റൽ ആയിരുന്നു, അത് സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യന് ഒരു പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഒരു ഫയലിനകത്തുള്ള കണ്ടന്റുകളുടെ ഓരോ വേർഡ്സും, അതായത് 4 ക്യാരക്ടേഴ്സ് വരുന്ന വേർഡ്സ് എത്ര ഉണ്ടോ അത് കൗണ്ട് ചെയ്തിട്ട് ആ കൗണ്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഈ ഒരു പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്യാം. നമുക്ക് ഒരു ഫയൽ മതി. test.txt എന്നുള്ള ഫയലിനകത്ത് ഓൾറെഡി കണ്ടന്റ് ഉണ്ട്.
അത് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം. അതിന് ടി എന്നുള്ള വേരിയബിളിനകത്തോട്ട് കണ്ടൻറ്റ് റീഡ് ചെയ്തു. നമുക്ക് F2 വേണ്ട, കോപ്പിഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജും വേണ്ട, ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ടി എന്നുള്ള വേരിയബിളിനകത്ത് കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട്, അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് എന്നുള്ള ഫംഗ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒരു വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യാം. സോ li ഈക്വൽ ടു ടി ഡോട്ട് സ്പ്ലിറ്റ് ഓഫ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി എന്നുള്ള വേരിയബിളിനകത്ത് വെൽക്കം ടു കോഡ് ലേണർ ഉണ്ട്, അതിനെ സ്പ്ലിറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ വേർഡ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് li എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ li എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതൊരു ലിസ്റ്റിലോട്ടാണ് സേവ് ആവുക. സോ li എന്നുള്ളത് ഒരു ലിസ്റ്റായിട്ട് മാറും. നമുക്ക് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് li, പ്രിന്റ് ഓഫ് li. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എല്ലാം അതിനകത്തുള്ള ഓരോ വേർഡും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സെൻറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് വേർഡാക്കി മാറ്റിയിട്ടുണ്ട്, കോമ സെപ്പറേറ്റഡ് വേർഡാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ലിസ്റ്റിലോട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ ലിസ്റ്റിനകത്തുള്ള ഓരോ വേർഡ് എടുത്തിട്ട് ആ വേർഡിൻ്റെ കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ എയിം 4 ക്യാരക്ടേഴ്സ് വരുന്ന വേർഡ് എത്ര ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു കൗണ്ട് എന്നുള്ള വേരിയബിൾ ഫസ്റ്റ് യൂസ് ചെയ്യാം, അത് 0 ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് ഒരു ലൂപ്പ് യൂസ് ചെയ്യാം, ഫോർ w in li. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐട്രേഷനിൽ ഓരോ ഐട്രേഷനിലും li എന്ന് ഓരോ വേർഡ് എടുക്കും, അതിന് w എന്നുള്ള വേരിയബിളിനകത്തോട്ട് സേവ് ചെയ്യും. ഇനി ചെക്ക് ചെയ്യാം, ഇഫ് len ഓഫ് w, അതായത് ആ വേർഡിൻ്റെ ലെങ്ത് ഈക്വൽസ് 4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇപ്പോൾ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1ൻ്റെ ഷോർട്ട് ഫോം ആണ് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിന്റ് ചെയ്യാം. സോ പ്രിന്റ് ഓഫ് നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് 4 ക്യാരക്ടേഴ്സ് എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാം, കോമ കൗണ്ട്. ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് 4 ക്യാരക്ടേഴ്സ് ഈക്വൽ ടു 1. അതായത് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ള അതിനകത്ത് 4 ക്യാരക്ടേഴ്സ് വരുന്നത് ഈ ഒരു വേർഡ് മാത്രമേ ഉള്ളൂ, കോഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് 1 വന്നത്. നമുക്ക് തൽക്കാലം ഇതിനകത്ത് ഒരു സെൻറ്റൻസും കൂടി ആഡ് ചെയ്യാം, ഗുഡ് ബൈ. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഫയലിനകത്ത് 4 ക്യാരക്ടേഴ്സ് വരുന്നത് 2 വേർഡ് ഉണ്ട് അല്ലേ. സോ അത് 2 ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്നുകൂടി റൺ ചെയ്യാം. സോ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് 4 ക്യാരക്ടേഴ്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇപ്പോൾ ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഫയലിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോഗ്രാം ചെയ്യേണ്ടത് നിങ്ങളെ ലോക്കൽ കമ്പ്യൂട്ടറിനകത്ത് തന്നെ ആയിരിക്കണം. അതായത് ഓൺലൈൻ പൈത്തൺ ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഫയൽ നിങ്ങളെ ലോക്കൽ കമ്പ്യൂട്ടറിനകത്ത് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് സെക്കൻഡറി മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ്. അതായത് ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ റൈറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക, ഫയൽ ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക, ഫയലിനകത്ത് നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യാൻ റീഡ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. എല്ലാം സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയൽ 3 മോഡിൽ ഓപ്പൺ ചെയ്യാം. അത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. ബേസിക്കായിട്ട് ഈ 3 മോഡ് ഓപ്പറേഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.